നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് ജീവനക്കാരുടെ അവധി യാത്ര ആനുകൂല്യത്തെക്കുറിച്ചാണ്. അതായത് LTC, ലീവ് ട്രാവൽ കൺസെഷൻ. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 2011 ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം കുടുംബത്തോടൊപ്പം ഒരിക്കൽ വിനോദയാത്ര പോകുവാൻ യാത്രാക്കൂലി അനുവദിച്ചിട്ടുണ്ട്. ആദ്യമായി ആർക്കൊക്കെയാണ് LTC ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സംസ്ഥാന സർക്കാർ സർവീസിൽ നിയമിക്കപ്പെട്ടവർ. രണ്ടാമത് എയ്ഡഡ് സ്കൂളിലെയും എയ്ഡഡ് കോളേജുകളിലെയും ജീവനക്കാർ. മൂന്നാമത് ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർ. അതുപോലെ തന്നെ വർക്ക് ചാർജ്ഡ് ജീവനക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. ഇത്രയും ആൾക്കാർക്കാണ് LTC ബാധകമാകുക. ഇനി ആർക്കൊക്കെ ബാധകമാകില്ല എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാഷ്വൽ ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ, വിരമിച്ച ശേഷം പുനർനിയമനം ലഭിച്ചവർ, അപ്പൻഡിക്സ് 12A അല്ലെങ്കിൽ 12C പ്രകാരം LWയിൽ പ്രവേശിച്ച ജീവനക്കാർ, അതായത് മറ്റു ജോലികൾക്കോ അല്ലെങ്കിൽ സ്പൗസിനോടൊപ്പം ജോയിൻ ചെയ്യാനോ LW എടുത്ത് പോയ ജീവനക്കാർ, സസ്പെൻഷനിലുള്ളവർ, മറ്റേതെങ്കിലും തരത്തിലുള്ള LTC ലഭിക്കാൻ അർഹതയുള്ളവർ, കൺസോളിഡേറ്റഡ് പേയിൽ ജോലി ചെയ്യുന്നവർ, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ. ഇത്രയും ജീവനക്കാർക്കാണ് LTC ബാധകമല്ലാത്തത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ജീവനക്കാരന് തൻ്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനായിട്ടാണ് LTC അനുവദിച്ചിരിക്കുന്നത്. അപ്പം കുടുംബം എന്ന ആ ഒരു നിർവചനത്തിൽ ആരൊക്കെ വരും, എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കുടുംബം എന്ന് പറഞ്ഞാൽ ജീവനക്കാരൻ്റെ ഭാര്യ, ഭർത്താവ്, അവരെ പൂർണ്ണമായും ആശ്രയിച്ചു കഴിയുന്ന അവിവാഹിതരായ മക്കൾ, പിന്നീട് രണ്ടാനച്ഛനിലോ അമ്മയിലോ ഉള്ള മക്കൾ, അതായത് സ്റ്റെപ്പ് ചിൽഡ്രൻസ്, അല്ലെങ്കിൽ നിയമപരമായി ദത്തെടുത്ത മക്കൾ എന്നിവരാണ് ഈ കുടുംബം എന്ന ആ ഒരു നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. കുടുംബാംഗങ്ങൾക്ക് LTC ലഭിക്കുന്നതിനായി തന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെ പട്ടിക ജീവനക്കാരൻ നൽകേണ്ടതും അത് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. കുടുംബാംഗങ്ങളിൽ മാറ്റം വരുമ്പോൾ, അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു മകനെ ഒഴിവാക്കണം, അങ്ങനെയുള്ള കേസുകളിലൊക്കെ പുതുക്കിയ പട്ടിക നൽകേണ്ടതാണ്. ഇത് സർവീസ് ബുക്കിൻ്റെ 5-ാമത്തെ പേജിൽ രേഖപ്പെടുത്തണം. നമ്മൾ LTC അപേക്ഷ നൽകുമ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ ആനുകൂല്യം ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. LTC അനുവദിക്കുന്ന അധികാരി സർവീസ് ബുക്കിലെ വിവരങ്ങളുമായി ഇത് ഒത്തുനോക്കി ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇനി നമുക്ക് എവിടെ നിന്നാണ് LTC ആരംഭിക്കുന്നത്? അത് നമ്മളുടെ ഹോം ടൗണിൽ നിന്നായിരിക്കണം LTC യാത്ര ആരംഭിക്കുന്നത്. ഈ ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരൻ പ്രഖ്യാപിക്കുകയും കൺട്രോളിംഗ് ഓഫീസർ അംഗീകരിക്കുകയും ചെയ്ത ടൗൺ അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന പ്രദേശം. അത് നമ്മൾ സ്പാർക്കിൽ ഹോം ടൗൺ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ നിന്നും നമ്മൾ ഏത് സ്ഥലത്തോട്ടാണോ പോകുന്നത് അവിടെ വരെയുള്ള ദൂരത്തിനുള്ള യാത്രാക്കൂലിക്ക് മാത്രമാണ് നമുക്ക് അർഹതയുള്ളത്. ഇനി നമുക്ക് LTC ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു ആർക്കൊക്കെയാണ് അർഹതയുള്ളത് എന്ന് പറഞ്ഞു. ആ ജീവനക്കാരിൽ ഇനി പറയുന്ന വ്യവസ്ഥകൾ മീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് LTC ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതിന് ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ 15 വർഷത്തെ സർവീസ് വേണം. 15 വർഷ സർവീസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ LTC ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഈ 15 വർഷം നമ്മൾ സർവീസിൽ കയറി 15 വർഷമാകുമ്പോൾ കിട്ടുമെന്നല്ല. അത് നമ്മളുടെ പെൻഷന് കണക്കാക്കുന്ന യോഗ്യത കാലയളവായിരിക്കണം. അതായത് നമ്മൾ പെൻഷന് കണക്കാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ്, ഇപ്പം പെൻഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പം ഇൻക്രിമെൻറ്റിന് കണക്കാക്കാൻ പറ്റാത്ത, ഇപ്പം LWകൾ വിത്തൗട്ട് MC എടുക്കും, അതൊന്നും ഇൻക്രിമെൻറ്റിന് കണക്കാക്കുന്നില്ല. അതെല്ലാം ഒഴിവാക്കി 15 വർഷ കാലയളവ് കംപ്ലീറ്റ് ആയ ഒരു ജീവനക്കാരന് മാത്രമേ LTC ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കുണ്ടാകുന്നൊരു സംശയമാണ്, എത്ര ദിവസം നമുക്ക് LTC കിട്ടും? അതായത് 15 ദിവസം, പരമാവധി അവധി ദിനങ്ങൾ ഉൾപ്പെടെ 15 ദിവസത്തേക്ക് മാത്രമാണ് ഈ LTC ആനുകൂല്യം ലഭിക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ യാത്ര പൂർത്തിയാക്കി തിരിച്ച് നമ്മളുടെ ഹോം ടൗണിൽ എത്തിയിരിക്കണം. ഇനി ഏതൊക്കെ ലീവ് എടുത്തുകൊണ്ട് നമ്മൾ LTC അവൈൽ ചെയ്യാം? അതായത് ഇപ്പം നമ്മൾ 15 ദിവസം നമുക്ക് LTC അവൈൽ ചെയ്യാമെന്ന് പറഞ്ഞു. സർക്കാർ അതിന് പ്രത്യേക ലീവൊന്നും അനുവദിച്ചിട്ടില്ല. നമ്മളുടെ എലിജിബിൾ ലീവ് കൊടുത്ത് തന്നെ ആയിരിക്കണം നമ്മൾ LTC അവൈൽ ചെയ്യേണ്ടത്. അതായത് നമ്മൾ എലിജിബിൾ ലീവ്, കമ്മ്യൂട്ടൽ ലീവ് എടുക്കാം, ഹാഫ് പേ ലീവ് എടുക്കാം, അതല്ല എങ്കിൽ ഏൺ ലീവ് എടുക്കാം. LW റൂൾ 88 പ്രകാരമുള്ള LW എടുത്ത് നമുക്ക് LTC അവൈൽ ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെ ലീവ് എടുത്തുകൊണ്ട് നമുക്ക് എൽടിസി അവെയിൽ ചെയ്യാം. അതേപോലെ തന്നെ ഏതൊക്കെ ലീവ് എടുത്ത് നമുക്ക് എൽടിസി അവെയിൽ ചെയ്തുകൂടാ എന്നും ഓർഡറിൽ പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് കാഷ്വൽ ലീവ് എടുത്തുകൊണ്ട് നമുക്ക് എൽടിസി അവെയിൽ ചെയ്യാൻ കഴിയില്ല. സ്പെഷ്യൽ കാഷ്വൽ ലീവ് അതല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് എടുത്ത് കൊണ്ട്, അതായത് മെറ്റേണിറ്റി ലീവിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് എൽടിസി അവെയിൽ ചെയ്യാൻ കഴിയില്ല. ഈ 3 ലീവ് എടുത്തുകൊണ്ടും നമ്മൾ എൽടിസി അവെയിൽ ചെയ്യാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. സ്കൂള്, കോളേജ് അധ്യാപകർക്ക് വെക്കേഷൻ കാലയളവിലും എൽടിസി അനുവദിക്കുന്നതാണ്. അതേപോലെ തന്നെ വിരമിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള അവധിയിൽ, അതായത് എൽപിആർ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻ്റ് എടുത്തൊരു വ്യക്തിക്കും എൽടിസി അനുവദനീയമാണ്. ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ എല്ലാം ക്ലെയിം ലഭിക്കാൻ, എൽടിസിയുടെ ക്ലെയിം ലഭിക്കുവാൻ നമ്മൾ ഏത് മാർഗ്ഗത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, ഇപ്പം ട്രെയിനാവാം, ഫ്ലൈറ്റാകാം, ബസ്സാകാം, ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ടിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയൊക്കെ സന്ദർശിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്കും നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ എന്നാൽ നമ്മളുടെ ഹോം ടൗണിൽ നിന്നും തിരിച്ച് ടു ആൻഡ് ഫ്രോ മൊത്തം ദൂരം 6500 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല. ആ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ടും കണക്ക് കൂട്ടി വേണം നമ്മൾ ഏത് സ്ഥലമാണ് സന്ദർശിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അതേപോലെ തന്നെ നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലം നമ്മൾ വകുപ്പിൽ മുൻകൂട്ടി അറിയിക്കണം. വകുപ്പിൻ്റെ അനുമതിയോട് കൂടി മാത്രമേ നമുക്ക് എൽടിസി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല നമ്മൾ വകുപ്പിനെ അറിയിക്കാതെ പോയി തിരിച്ച് വരുവാണെങ്കിൽ നമുക്ക് എൽടിസി ക്ലെയിം ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരു സ്ഥലം കണ്ടെത്തി നമ്മൾ വകുപ്പിൽ നിന്നും യാത്രാ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഒരിക്കൽ തീരുമാനിച്ച ഡെസ്റ്റിനേഷൻ വകുപ്പിൽ നിന്ന് അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് മാറ്റാൻ പറ്റത്തില്ല. അത് നമ്മൾ വ്യക്തമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ല എങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ജീവനക്കാരൻ്റെ നിയന്ത്രണത്തിന് അതീതമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളുണ്ടായി നമുക്കവിടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള കേസിലാണെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. അല്ലാതെ നമ്മൾ തന്നെ തീരുമാനിച്ച് മറ്റൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് പോകാൻ കഴിയത്തില്ല. ഒരിക്കൽ നമ്മളുടെ കൺട്രോളിംഗ് ഓഫീസർ അനുമതി നൽകിയിട്ടുണ്ട് എങ്കിൽ അത് പിന്നീട് തിരുത്തുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഈ ഒരു കാര്യം എല്ലാ ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സർക്കാർ അനുമതിയോട് കൂടി നമുക്ക് ഡെസ്റ്റിനേഷൻ മാറ്റാം. ഇനി യാത്ര തുടങ്ങിയതിന് ശേഷം നമുക്ക് ഡെസ്റ്റിനേഷൻ മാറ്റാൻ യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എൽടിസി ക്ലെയിം കിട്ടാൻ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അത് നമ്മളുടെ ടൂർ ടിഎ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ടിഎ ഒക്കെ ഉണ്ടല്ലോ, KSR പാർട്ട് 2ൽ പറയുന്ന അതേ നിരക്കിലാണ് നമുക്ക് ഈ ഒരു അലവൻസ് അല്ലെങ്കിൽ ഈ ഒരു തുക നമുക്ക് ലഭിക്കുന്നത്. അതായത് ട്രാവലിംഗ് അലവൻസ് പർപ്പസിനായിട്ട് ജീവനക്കാരെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ പേ റിവിഷൻ, അതായത് 11ാമത്തെ പേ റിവിഷൻ 27ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഈ ഒരു 5 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതിന് ഓരോ പേ റേഞ്ചുണ്ട്. നമ്മൾ ബേസിക് പേ വെച്ചാണ് ഇവരെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതായത് ഗ്രേഡ് 1 എന്ന് പറയുന്നത് 70,000 രൂപയോ അതിന് മുകളിലോ ബേസിക് പേ ഉള്ളത്. ഗ്രേഡ് 2A ആണെന്നുണ്ടെങ്കിൽ 59,300 ടു 70,000 താഴെ ബേസിക് പേ വരുന്നത്. ഗ്രേഡ് 2Bയും അതേ കണക്ക് ഉണ്ട്. ഗ്രേഡ് 3, ഗ്രേഡ് 4 അതേ കണക്ക് ഉണ്ട്. അത് നമ്മൾ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്കും ഏതൊക്കെ ട്രെയിനിലോ ഏതൊക്കെ എലിജിബിൾ ക്ലാസ്, ഇപ്പം ട്രെയിനിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1ൽ സെക്കൻഡ് എസിയിൽ യാത്ര ചെയ്യാം. ഗ്രേഡ് 2A വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, അതില്ല എങ്കിൽ സെക്കൻഡ് എസി. ഗ്രേഡ് 2Bയിലാണെങ്കിൽ തേർഡ് എസി ഇത് ചെയ്യാം. ഗ്രേഡ് 3യിലുള്ളവർക്ക് സെക്കൻഡ് ക്ലാസ്, ഗ്രേഡ് 4ഉം സെക്കൻഡ് ക്ലാസ്സാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അത് കണക്ക് തന്നെ ഫ്ലൈറ്റ് എയർ ജേർണി നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് പേ 77,200 ടു 1,40,500 ഈ ഒരു സ്കെയിൽ ഓഫ് പേയിലോ അതിന് മുകളിലോ ഉള്ള ജീവനക്കാർക്ക് മാത്രമാണ് എയർ ജേർണി എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതേ റൂൾസ് തന്നെയാണ് എൽടിസിക്കും ബാധകമാകുന്നത്. നമ്മളിവിടെ ഒരു ഉദാഹരണം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വകുപ്പിലെ സീനിയർ സൂപ്രണ്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തി എൽടിസി ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തോട്ട് പോയി. ഉദാഹരണം ഒരു ഡൽഹി ആണെന്ന് വിചാരിക്കുക. ഈ വ്യക്തി ഫ്ലൈറ്റിലാണ് പോയത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഫ്ലൈറ്റിൽ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എത്ര സ്കെയിൽ ഓഫ് പേ നമ്മളിപ്പോൾ പറഞ്ഞു.
ആ ഒരു സ്കെയിൽ ഓഫ് പേയോ അതിന് മുകളിലുള്ളവർക്കോ മാത്രമാണ് ഫ്ലൈറ്റ് എലിജിബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഒരു സീനിയർ സൂപ്രണ്ടിൻ്റെ സ്കെയിൽ ഓഫ് പേ നമുക്കറിയാം 51,400 1,10,300 അപ്പോൾ ആ വ്യക്തിക്ക് അർഹതയില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ ഈ വ്യക്തിക്ക് ഏത് ക്ലാസ്സിൽ യാത്ര ചെയ്യാനാണോ അർഹതയുള്ളത് ആ ക്ലാസ്സിനനുസരിച്ചുള്ള തുക മാത്രമേ ഇവിടെ LTC ഇനത്തിൽ ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് വിമാനയാത്രാ കൂലി അനുവദിക്കത്തില്ല എന്നൊരു കാര്യം കൂടി നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വിമാനയാത്രാ കൂലിയും സർക്കാർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 77,200 1,40,500 സ്കെയിൽ ഓഫ് പേയോ അതിന് മുകളിലുള്ള ജീവനക്കാർക്ക് മാത്രമാണ് വിമാനയാത്ര അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ LTC ക്ലെയിം ചെയ്യുന്ന അവസരങ്ങളിൽ ഒരു ഭാഗത്തേക്ക് ഒരു വ്യക്തിക്ക് പരമാവധി 15,000 രൂപയോ അതല്ലെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന തുക അതായത് ചിലപ്പോൾ നമുക്ക് 15,000 രൂപയിൽ താഴെ ആയിരിക്കാം നമുക്ക് ഫ്ലൈറ്റ് ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു തുക ഏതാണോ കുറവ് ആ ഒരു തുക മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു സൈഡിലോട്ട് പരമാവധി ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ഒരു വിവരങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നേരം ഈ ഒരു ക്ലെയിം സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജീവനക്കാരൻ ഉയർന്ന ക്ലാസ്സിലോ താഴ്ന്ന ക്ലാസ്സിലോ യാത്ര ചെയ്താലും അർഹതപ്പെട്ട ക്ലാസ്സിൻ്റെ നിരക്ക് മാത്രമേ ലഭിക്കൂ. അത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു. ഇനി അതിനൊക്കെ മറ്റൊരു കാര്യം താഴ്ന്ന ക്ലാസ്സിലാണ് യാത്ര ചെയ്തതെങ്കിൽ അതായത് ഫ്ലൈറ്റിൽ പോകാൻ അർഹതയുള്ളൊരു ജീവനക്കാരൻ സെക്കൻഡ് AC ട്രെയിനിലാണ് യാത്ര ചെയ്തതെങ്കിലും ഈ വ്യക്തിക്ക് സെക്കൻഡ് ACയുടെ നിരക്ക് മാത്രമേ ലഭിക്കൂ. അതല്ലാതെ എനിക്ക് ഫ്ലൈറ്റിൽ പോകാൻ അർഹതയുണ്ട് ഞാൻ സെക്കൻഡ് AC പോയെങ്കിലും ഫ്ലൈറ്റിൻ്റെ നിരക്ക് തരണമെന്ന് പറഞ്ഞാൽ ഇവിടെ കഴിയത്തില്ല. ആ ഒരു വിവരങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കണക്ക് തന്നെ ഈ റിസർവേഷൻ ചാർജും ഒക്കെ നമുക്കിതിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് LTC യാത്ര പോകുവാൻ സർക്കാർ അഡ്വാൻസ് അനുവദിക്കും. അതായത് നമ്മളുടെ ഏകദേശ യാത്രാ കൂലിയുടെ 90% വരെ സർക്കാർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരും. ഈ അഡ്വാൻസ് അനുവദിക്കുന്നത് നമ്മൾ ഓഫീസിൽ ഒരു സാങ്ഷനിങ് അതോറിറ്റി ഉണ്ടാവും നമ്മളെ വകുപ്പിൽ. ആ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഈ ഒരു അഡ്വാൻസ് അനുവദിക്കുന്നത്. അത് നമുക്ക് അഡ്വാൻസ് അനുവദിച്ച് കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമ്മൾ യാത്ര ആരംഭിക്കേണ്ടതാണ്. അതിനുള്ളിൽ നമ്മൾ യാത്ര ആരംഭിക്കണം. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ബില്ല് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. ഈ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ഒരു 30 ദിവസം കൂടി നമുക്ക് ഗ്രേസ് പീരീഡ് തരും. ഈ പീരീഡിനുള്ളിലും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇനി നമ്മളുടെ സാലറി അടുത്ത ഏത് മാസത്തെ സാലറിയാണോ മാറാനുള്ളത് ആ സാലറിയിൽ നിന്നും ഈ തുക പൂർണ്ണമായിട്ടും തിരിച്ച് പിടിക്കേണ്ടതാണ്. അത് DDOയുടെ ഉത്തരവാദിത്തമാണ്. ഇനി അഡ്വാൻസ് തുക ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അതായത് നമ്മൾ അഡ്വാൻസ് എടുത്തു യാത്ര പോയിട്ടില്ല അങ്ങനൊരു കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈസ അഡ്വാൻസ് എടുത്ത പൈസയും അതിൻ്റെ 18% പിഴപ്പലിശയും കൂടെ ചേർത്ത് നമ്മൾ ട്രഷറിയിൽ തിരിച്ച് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് എടുത്താണ് LTC പോകുന്നതെങ്കിൽ വളരെ ജാഗരൂകരായിരിക്കണം. കൃത്യമായിട്ട് യാത്ര പോവുക. യാത്ര പോയി വന്ന് 1 മാസത്തിനുള്ളിൽ ബില്ല് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അഡ്വാൻസ് എടുക്കാതെ നമ്മൾ വകുപ്പിൻ്റെ അനുമതി വാങ്ങി അല്ലാതെ പോകുന്നവരുടെ കേസിലാണെങ്കിൽ യാത്ര പോയി 90 ദിവസത്തിനുള്ളിൽ ബില്ല് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഡേറ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ടും ആലോചിക്കുക. അഡ്വാൻസ് എടുത്തൊരു വ്യക്തിയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ബില്ല് സബ്മിറ്റ് ചെയ്യണം. അഡ്വാൻസ് എടുക്കാതെ പോയൊരു വ്യക്തിയാണെങ്കിൽ 90 ദിവസത്തിനുള്ളിലാണ് ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ട കാലാവധി ഉള്ളത്. അതേപോലെ തന്നെ എല്ലാ വകുപ്പിലും ഈ അഡ്വാൻസ് അനുവദിക്കുന്ന സംബന്ധിച്ച് ഒരു രജിസ്റ്റർ ഈ കൺട്രോളിംഗ് ഓഫീസർ സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഈ അഡ്വാൻസ് എടുത്തിട്ടുള്ള വ്യക്തികളുടെ സർവീസ് ബുക്കിലും ഈ അഡ്വാൻസ് എടുത്ത വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി നമ്മളുടെ ഓഫീസിലുള്ള ഒരു വ്യക്തി ഡെപ്യൂട്ടേഷനിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു വെൽഫെയർ ഫണ്ട് ബോർഡിലോ ആണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ഈ വ്യക്തിക്ക് LTC ആനുകൂല്യം ലഭിക്കുമോ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാം. ഇത് നമ്മൾ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലാണോ ഈ വ്യക്തി ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുന്നത് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ LTC ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കും. ഇതിൻ്റെ ചെലവ് ആ ഡെപ്യൂട്ടേഷൻ പോയ ആ ഒരു സ്ഥാപനം തന്നെയാണ് വഹിക്കേണ്ടത്. അത് ഏത് ബോർഡാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അവരാണ് വഹിക്കേണ്ടത്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഈ ഒരു LTC ക്ലെയിം ലഭിക്കത്തുള്ളൂ. നമ്മൾ LTC ക്ലെയിം ചെയ്യുന്ന സമയത്ത് അപ്പൻഡിക്സ് 2 പ്രകാരമുള്ളൊരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മാതൃക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കൂടെ LTC യാത്ര ചെയ്തവർക്ക് പിന്നീട് സ്വന്തമായി ക്ലെയിം ചെയ്യാൻ കഴിയത്തില്ല.
ഈ യാത്രാമാർഗ്ഗത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റെയില്, റോഡ്, വിമാനം ഏത് യാത്രാ മാർഗ്ഗം മുഖേനയും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. നമുക്ക് അർഹതപ്പെട്ട ക്ലാസ്സിലുള്ള യാത്രാക്കൂലി മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ഈ എൽ.ടി.സി അനുവദിക്കേണ്ടത് നമ്മളിപ്പം ബില്ല് സമർപ്പിച്ചു കഴിഞ്ഞാൽ അനുവദിക്കേണ്ടത് നമ്മളുടെ കൺട്രോളിംഗ് ഓഫീസറാണ്. നമ്മുടെ കൺട്രോളിംഗ് ഓഫീസർക്ക് കീഴ് ജീവനക്കാരുടെ എൽ.ടി.സി അനുവദിക്കാം. ഇൻ കേസ് ഇനി ഒരു വകുപ്പ് മേധാവിയുടെ കേസിലാണെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഭരണ വകുപ്പാണ് ഇത് അനുവദിക്കേണ്ടത്. ഗസറ്റഡ് ഓഫീസർമാരുടെ കേസിൽ ഈ സാങ്ഷൻ ഓർഡറിൻ്റെ പകർപ്പ് എ.ജിക്ക് കൂടി അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമ്മളുടെ ഓഫീസിൽ ഈ എൽ.ടി.സി ബില്ല് അനുവദിക്കുമ്പോൾ അതല്ലെങ്കിൽ എൽ.ടി.സി അഡ്വാൻസ് അനുവദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ എൽ.ടി.സി അഡ്വാൻസിൻ്റെ കേസൊന്ന് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ജീവനക്കാരന് എത്ര രൂപ എൽ.ടി.സി അഡ്വാൻസായി അനുവദിക്കാം എന്ന് നമ്മൾ കണക്കാക്കുന്നതിനായിട്ട് ഈ ജീവനക്കാരൻ്റെ അർഹതപ്പെട്ട ക്ലാസ്സിലെയോ അതല്ല എങ്കിൽ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സിലെയോ റെയിൽവേ നിരക്ക് നമ്മൾ കണക്കാക്കുക. അതിലേതാണോ കുറവ് വരുന്നത്, അതായത് അർഹതപ്പെട്ട ക്ലാസ്സിലാണോ തുക കുറവ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സിലാണോ റെയിൽവേ നിരക്ക് ഏതാണോ കുറവ്, അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എത്ര പേരാണ് ഈ ജീവനക്കാരോടൊപ്പം പോകുന്നത്, അതായത് കുടുംബത്തിലുള്ള ആൾക്കാർക്കാണല്ലോ പോകാൻ പറ്റുന്നത്, അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് എലിജിബിൾ ആവുന്നത്. അപ്പം ആ ഒരു എണ്ണം എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഗുണിച്ച് വീണ്ടും 2 സൈഡ് ടു ആൻഡ് ഫ്രോ ആണ് നമ്മൾ തുക അനുവദിക്കുന്നത്. അപ്പോൾ അതിനെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ മൊത്തം തുക എലിജിബിൾ ആയിട്ടുള്ള മൊത്തം തുക ഏകദേശം നമുക്ക് കിട്ടും. അതിൻ്റെ 90% വരെയാണ് നമുക്ക് അനുവദിക്കാൻ കഴിയുന്നത്. അപ്പം ആ ഒരു തുക വെച്ചായിരിക്കണം നമ്മൾ അനുവദിക്കേണ്ടത്. അതോ അല്ലെങ്കിൽ ജീവനക്കാരൻ ആവശ്യപ്പെടുന്ന തുകയോ ഏതാണോ കുറവ് അതാണ് നമ്മൾ അനുവദിക്കേണ്ടത്. ഇനി ഇതെല്ലാം കഴിഞ്ഞു. ഇനി ക്ലെയിം ബില്ല് നമ്മൾ ഓഫീസിൽ കിട്ടി. ഓഫീസിൽ കിട്ടുമ്പോൾ ഈ ക്ലെയിം പാസ്സാക്കുന്നതിന് മുമ്പ് നമ്മൾ പരിഗണിക്കേണ്ട അതല്ലെങ്കിൽ പരിശോധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവനക്കാരൻ ആദ്യം 15 വർഷ തുടർച്ചയായിട്ടുള്ള സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ആദ്യം പരിശോധിക്കുക. അതിനുശേഷം മടക്കയാത്ര അവസാനിച്ച തീയതി മുതൽ നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിലും അഡ്വാൻസ് വാങ്ങാതെ പോവുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിലും ക്ലെയിം സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. മൂന്നാമത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണോ അതേ കണക്ക് തന്നെ ടു ആൻഡ് ഫ്രോ മൊത്തം ദൂരം പരമാവധി 6500 കിലോമീറ്ററിനുള്ളിലാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. അടുത്ത നാലാമത്തെ നോക്കേണ്ട കാര്യം കുടുംബാംഗങ്ങളുമായിട്ടുള്ള ജീവനക്കാരൻ്റെ ബന്ധം, അവരുടെ വയസ്സും രേഖപ്പെടുത്തിയിട്ടുണ്ടോ, നമ്മൾ അപേക്ഷയിൽ ഈ വിവരങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അഞ്ചാമത്തെ കേസിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിലൂടെയാണോ ക്ലെയിം ചെയ്തിരിക്കുന്നത്, അതായത് നമ്മളൊരു സ്ഥലത്ത് പോകുന്നതിന് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ആ സ്ഥലത്തോട്ട് എത്താവുന്ന യാത്രാക്കൂലിക്ക് മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. ആ ഒരു രീതിയിൽ തന്നെയാണോ ബില്ല് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. അടുത്തത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സർക്കാർ ജീവനക്കാരൻ വിവരം ഓഫീസിൽ അറിയിച്ചിരുന്നു, അതായത് യാത്രാ അനുമതിക്ക് നമ്മൾ അപേക്ഷ കൊടുത്ത് അനുമതി കിട്ടിയിരുന്നോ. ഏഴാമത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഭാര്യയും ഭർത്താവും സംസ്ഥാന സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അവരുടെ യാത്രയുടെ വിവരം രണ്ടുപേരുടെയും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കുക. അതേപോലെ തന്നെ ഈ ആനുകൂല്യം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, സർവീസിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സർവീസ് ബുക്കിൽ കൃത്യമായി എൻട്രി വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ 9ാമത്തെ പോയിന്റ് ടിക്കറ്റുകളും വൗച്ചറുകളുടെയൊക്കെ ഒറിജിനൽ തന്നെയാണോ നമ്മളുടെ ഈ ഒരു ബില്ലിനോടൊപ്പം ഹാജരാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കുക. ഒറിജിനൽ ബില്ല് തന്നെയാണ് എൽ.ടി.സി ക്ലെയിമിൽ നമ്മൾ ഓഫീസിൽ നൽകേണ്ട എന്ന കാര്യം ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബില്ല് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ഓഫീസിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളുടെ താമസ സ്ഥലത്ത് നിന്ന് എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്കും എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഈ ഭാഗങ്ങളിൽ നിന്നോ താമസ സ്ഥലത്തേക്കും തിരിച്ചുമുള്ള ഓട്ടോറിക്ഷ, ടാക്സി കൂലി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എൽ.ടി.സിയിൽ. അതേപോലെ തന്നെ എൽ.ടി.സി യാത്രയിൽ ചാർട്ടേഡ് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്ലെയിമുകളും അനുവദിക്കില്ല. അതുപോലെ ടാക്സി, ചാർട്ടേഡ് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള സൈറ്റ് സീയിങ് ചിലവുകളും എൽ.ടി.സിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. എൽ.ടി.സിയുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജീവനക്കാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എൽ.ടി.സി ബില്ല് സ്പാർക്കിൽ എടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്.
പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.